സംശയമുണ്ട്. അപ്പോൾ അദ്ദേഹം അതിന് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിർബന്ധം ആണ് എങ്കിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം അവരുടെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് അദ്ദേഹം ആണി വലിച്ചൂരുമ്പോൾ ആണിയുടെ അറ്റത്ത് ഒരു ചോര നിറം ചോര കാണിക്കണം. അപ്പോഴാണ് സർപ്പത്തിൻ്റെ തലയിലാണ് നമ്മുടെ ഭാരതം ഇരിക്കുന്നത്. സർപ്പത്തിൻ്റെ തലയിലാണ് ഇത് ഈ ആണി ചെന്ന് ഇടിച്ചതെന്ന് രാജാവ് മനസ്സിലാക്കി. എന്നാൽ ആണി അവിടെ വീണ്ടും ഇടിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. വളരെ സ്ഥിതിയുള്ള ഒരു പ്രത്യേക നിമിഷത്തിൽ, ഒരു പ്രത്യേക അവസ്ഥയിൽ സമയത്ത് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അടിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറയുകയും ആണി പിന്നീട് അടിക്കുകയും ചെയ്തില്ല. അതിനുശേഷമാണ് ഇന്ത്യയുടെ മുഗൾ ആധിപത്യം ഉണ്ടായത് എന്നൊരു കഥ രൂപ പബ്ലിഷ് അഹോറ എന്ന 3 വരെയുള്ള ഒരു പുസ്തകത്തിൽ വളരെ സവിസ്തരമായിട്ട് ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊരു കൃത്യതയായിരിക്കാം, അല്ലെങ്കിൽ ഒരു വാസ്തവം ഉണ്ടായിരിക്കുക. ഇത്തരം നമ്മുടെ സന്യാസ പാരമ്പര്യത്തിൻ്റെ ഒരു ജ്ഞാന പാരമ്പര്യത്തിൻ്റെ ഒരു വളരെ വിശദമായ ഒരു കാര്യവും ഈ ദേവഭൂമിയിലൂടെ എന്ന പുസ്തകത്തിൽ വളരെ സവിസ്തരമായിട്ട് ആ രാമേന്ദ്രൻ പ്രതിപാദിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ ഈ പുസ്തകം ഇതേക്കുറിച്ച് ഈ പ്രകൃതിയും സംസാരിക്കാനുള്ളത് ആമുഖമായി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാർത്ത നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷപ്രസംഗത്തിനായി കിളിപ്പാട്ട് പത്രസമിതി ചെയർമാൻ ഭാഷാശാസ്ത്രകാരനുമായ ഡോക്ടർ VR പ്രഭുസിംഹനായ സാറും ആദരപൂർവ്വം ക്ഷണിച്ചു. നമ്മുടെ എല്ലാവരുടെയും സമാധാനത്തിന് പ്രവർത്തിച്ച ഗ്രന്ഥകാരൻ ശ്രീ രാമചന്ദ്രൻ, വേദിയിലും സദസ്സിലുമുള്ള എല്ലാ മഹത് വ്യക്തികളും സുഹൃത്തുക്കളും ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ദീർഘമായ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ലാത്ത ഒരു അവസരം ആണ് ഇത്. ആസേതു ഹിമാചലം എന്ന ഒരു പ്രയോഗം എല്ലാവർക്കും പരിചിതമായിരിക്കും. ഹിമാലയം സേതു മുതൽ ഹിമാലയം വരെ എന്നാണ് അതിന് അർത്ഥം. അപ്പോൾ സേതു മുതൽ ഹിമാലയം വരെ എന്നുള്ളത് ഭാരതത്തിനെ കുറിച്ചുണ്ടായ പ്രഖ്യാതമായ സർവസമ്മതമായ അതിർത്തി സൂചന ആണ്. ഇത് പിൽക്കാലത്താണ് ഇത് പലതരത്തിലും മാറ്റി അല്ലെങ്കിൽ മറിഞ്ഞു പോയിട്ടുള്ളത്. ഇപ്പോൾ ഹിമാലയം എൻ്റെ സഹപ്രവർത്തകൻ ശ്രീ വെളിപ്പാട്ടിൻ്റെ എഡിറ്റർ ശ്രീ ഹരികുമാർ പറഞ്ഞതുപോലെ ഹിമാലയം സന്ദർശിച്ചിട്ടുള്ള, ഹിമാലയം സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള, സ്വന്തം കാലുകൾ കൊണ്ട് ഹിമാലയത്തെ സ്പർശിച്ചിട്ടുള്ള, ഹിമാലയത്തിൽ നമസ്കരിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ നാം കാണുമ്പോൾ അദ്ദേഹത്തെ നമസ്കരിക്കുക ആണ് ഒരു ചിട്ട. അപ്പോൾ പൂജ്യത വ്യക്തത എന്ന് പറയുന്നത് ഈ തരത്തിലാണ് പടർന്നു പോകുന്നത്. പല ചടങ്ങുകളിലും ഒരാൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ ആ കർമ്മം ചെയ്യുന്ന ആളെ തൊട്ടുകൊണ്ട് നിൽക്കുന്ന കർമ്മം ചെയ്യാത്ത ആളുകൾക്ക് കർമ്മത്തിൻ്റെ ഫലം കിട്ടും എന്നുള്ളത് നമ്മുടെ പല ചടങ്ങുകളിലും ഉള്ള ഒരു ക്രമമാണ്, ആചാരക്രമമാണ്. അതുകൊണ്ടാണ് ശ്രീ രാമചന്ദ്രൻ നമ്മുടെ പ്രിയപ്പെട്ട ഗ്രന്ഥകാരൻ, വിശിഷ്ട അതിഥി ഇത്രമാത്രം ബഹുമാന്യം ആയിത്തീരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തക രൂപത്തിലല്ലെങ്കിലും അതിൻ്റെ ആദ്യത്തെ രൂപം കാണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായി. ഒരുപാട് മാസികയിൽ ഇതിൻ്റെ പല ഭാഗങ്ങളും വന്നിട്ടുള്ളപ്പോൾ എനിക്കത് അച്ചടിച്ചു വരുന്നതിന് മുമ്പ് തന്നെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. എനിക്ക് തോന്നിയത് ഒരു സ്ഥലത്ത് നാം പോയി കഴിയുമ്പോൾ അവിടെ ഉള്ള വെറും സ്ഥിതി വിവര കണക്കുകൾ അല്ല, ആ സ്ഥലം നമ്മോട് എങ്ങനെ എല്ലാം സംവദിച്ചു അതെല്ലാം വായനക്കാർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു പ്രക്രിയയാണ് ഈ ഗ്രന്ഥം നിർവഹിക്കുന്നത്.
പ്രകാശം പരത്തുന്ന ഒരു ഗ്രന്ഥം എന്ന് തിരുമനസ്സുകൊണ്ട് സൂചിപ്പിച്ചതുപോലെ പ്രകാശം പരത്തുന്ന ഒരു ഗ്രന്ഥമാണ്. ഇത് വീണ്ടും വീണ്ടും വായിക്കുകയും അതിലുള്ള പ്രസ്താവങ്ങൾ പലതും നമുക്ക് സാധാരണക്കാർക്ക് ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുമോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ വീണ്ടും അത് വായിച്ച് നോക്കിക്കഴിയുമ്പോൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമുക്ക് വിശ്വസിക്കാൻ തോന്നാത്ത പല കാര്യങ്ങളും നമുക്ക് കണ്ടറിവോ കേട്ടറിവോ തൊട്ടറിവോ രുചിച്ചിട്ടുള്ള അറിവോ ബന്ധം അനുഭവിച്ചിട്ടുള്ള അറിവോ ഒന്നുമല്ല. അതിൻ്റെ അപ്പുറത്തും സത്യങ്ങളെല്ലാം എനിക്ക് കാണാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് അതില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. എനിക്ക് കേൾക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അപ്രകാരം ഒന്നില്ല. നമുക്ക് കേൾക്കാൻ കഴിയാത്ത എത്രയോ ശബ്ദരീതികൾ നാം വീട്ടിൽ വളർത്തുന്ന നായക്ക് കേൾക്കാൻ സാധിക്കും. നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയാത്ത എത്രയോ ഗന്ധവിശേഷങ്ങൾ ഈ നായക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ അറിവ് എന്ന് പറയുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഉള്ള അറിവ് മാത്രമാണ്. അതിന് പല പരിമിതികളുമുണ്ട്. അനന്തം, അജ്ഞാതം, അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിൽ എങ്ങാണ്ട് ഒരിടത്ത് ഇതൊന്നും നോക്കുന്ന മർത്യൻ ഓർത്തനാണ്, മരണശീലമായിട്ടുള്ളവന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു, ഒന്നും കണ്ടില്ല എന്നാണ്. ഇത് ജീവിതത്തെ പറ്റി ആലോചിച്ചിട്ടുള്ള ആളുകൾ, ചിന്തിച്ചിട്ടുള്ള ആളുകൾക്കെല്ലാം ബോധ്യമായിട്ടുള്ള ഒരു തത്വമാണ്. എനിക്ക് മനസ്സിലായി എന്ന് പറയും. കൊച്ചുകുട്ടി പറയും, ഈ അപ്പൂപ്പന് ഒന്നും അറിഞ്ഞുകൂടാ എന്ന് കൊച്ചുകുട്ടി പറയുമ്പോഴാണ് കാര്യം ശരിയാണല്ലോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൂ. സത്യമാണ്. അത് കുട്ടി പറഞ്ഞത് കുട്ടിയുടെ അതിനെപ്പറ്റിയുള്ള അഭിപ്രായമാണ്. പക്ഷേ അത് സത്യമാണല്ലോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നമുക്ക് നമ്മുടെ അറിവുകളുടെ അതിരുകളെ വികസിപ്പിക്കുന്ന ആഴങ്ങളിലേക്കും ഉന്നതങ്ങളിലേക്കും നമ്മെ കൊണ്ടുപോകുന്ന ഈ പുസ്തകം ആണ് അദ്ദേഹം മറ്റു പല പ്രഖ്യാതങ്ങളും പ്രശസ്തങ്ങളും പരിപാലനങ്ങളുമായിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ പുറകെ അപ്രകാരത്തിനുമുള്ള ഒരു പുസ്തകമാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോട് അദ്ദേഹത്തിന് ഏത് പ്രകാരത്തിലാണ് നന്ദി പറയേണ്ടത് എന്ന് എനിക്കറിയുന്നില്ല. നന്ദി വാർത്താവതോ വാക്കുകൾ കൊണ്ട് ഒരാൾക്ക് വരിഷ്ഠമാകുന്ന സ്വഭാവം എന്ന് പറയുന്നത് പോലെ ഇത്രമാത്രം വരിഷ്ഠമായിട്ടുള്ള ഒരു തൂലികയോട് എങ്ങനെയാണ് നന്ദി പ്രകാശിപ്പിക്കുക. സന്തോഷം. വളരെ ആഗ്രഹത്തിൻ്റെ അനുഗ്രഹീത അഹം എന്ന് ഞാൻ അനുഗ്രഹീതനായി തീർന്നു. വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള അനുഗ്രഹങ്ങൾ നമ്മളിൽ ചൊരിയണമേ എന്ന് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ പുസ്തക പരമ്പരയ്ക്കും എല്ലാ തരത്തിലും ഉള്ള ഐശ്വര്യങ്ങളെ നിറച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ഇനിയും പലരും സംസാരിക്കാനുണ്ട്. ഏവർക്കും നന്ദി, നമസ്കാരം. കിളിപ്പാട്ട് മാസികയിൽ വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ സംയുക്താഭിമുഖ്യത്തിൽ ഇന്ന് വൈകിട്ട് 5:30 തിരുവനന്തപുരം പാളയം AKG സെന്ററിന് സമീപത്തുള്ള വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് ശ്രീ NK രാമചന്ദ്രൻ്റെ പ്രഭാഷണമുണ്ട്. ഹിമാലയ യാത്രയിലെ അനുഭവങ്ങളെക്കുറിച്ചും എഴുതാത്ത സംഭവങ്ങളെക്കുറിച്ചും ശ്രീ NK രാമചന്ദ്രൻ സംസാരിക്കുന്നു. എല്ലാ സഹോദരെയും സാദരം ക്ഷണിച്ചു. ദേവഭൂമിയിലൂടെ എന്ന പുസ്തകം ഗ്രന്ഥം സ്വീകരണം നടത്തിയ ജയ്ഹിന്ദ് TV CEO ശ്രീ KP മോഹൻ അവർ സവിനയം ക്ഷണിച്ചു. ഗുരുജനങ്ങളെ, പ്രിയമുള്ളവരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഈ വിശിഷ്ട ഗ്രന്ഥം കാലഗതിയിലെ ഒരു പുണ്യനിമിത്തമായിരുന്നു. ഇതിൻ്റെ പ്രകാശന ചടങ്ങ് മനോഹരമായ ഒരു നിമിത്ത ദൃശ്യമായി വരികയാണ്. നിതാന്ത ധവളാത്മമായ ഹിമാലയത്തെക്കുറിച്ചുള്ള ഈ പുസ്തകം പ്രകാശനം ചെയ്തത് ഈ ധവള മന്ദിരത്തിലുള്ള
സമാനതകൾ, യാദർച്ഛികതകൾ അങ്ങനെ നമുക്ക് പക്ഷേ അത് അനാദിയായി തുടരുന്ന വിശ്വഗണിതത്തിൻ്റെ അപൂർവമായ ചേരുവകൾ പ്രകാശിക്കുന്ന നിമിഷങ്ങളാണെന്ന് നമുക്ക് ധ്യാനിച്ചിട്ടുണ്ട്. ഈ സ്ഥലത്ത് വെച്ച് ഈ പുസ്തകം പ്രകാശനം ചെയ്യണം എന്നുള്ള ആ ഒരു ദൗത്യം അങ്ങനെയാണ് സംഭവിച്ചത്. രണ്ടാമതൊരു കാര്യം, മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ഇത് പ്രകാശനം ചെയ്തു. അദ്ദേഹത്തിന്റെ ധരിച്ച വസ്ത്രത്തെ കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞു. അത് ചൈനീസ് ഭാഗത്തുള്ള വസ്ത്രധാരണ രീതിയാണ്. മിക്കവാറും ഹിമാലയ സാനുകളിലെ പല പ്രവിശ്യകളിലെ മനുഷ്യരുടെയും വസ്ത്രത്തിൻ്റെ ക്രമീകരണം, അതിൻ്റെ ബട്ടണുകൾ, ഇതൊക്കെ ഏതാണ് ഇതേപോലെ. നമുക്ക് ഏറ്റവും പ്രിയങ്കരമായ നമ്മുടെ ചരിത്രത്തിൻ്റെ ആസുരമായ ഭൂതകാലത്തിലേക്ക് പുണ്യസൂചകങ്ങളായ വർത്തമാന സാന്നിധ്യങ്ങളുടെയും തുടർച്ചയായ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഉൽപ്പത്തി എവിടെയാണ്? തിരുമനസ്സുകൊണ്ട് ഒരു 4-5 വർഷം മുമ്പ് ഒരു അഭിമുഖത്തിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, 1000 കൊല്ലത്തോളം പഴക്കമുള്ള തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഉൽപ്പത്തി ഹിമാലയ പ്രവിശ്യയിലാണ്. അതിൻ്റെ മൂലം അവിടെയാണ്. അപ്പോൾ നോക്കൂ, അദ്ദേഹം വന്നു ഇത് പ്രകാശനം. പിന്നെ ഏറ്റുവാങ്ങിയത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏറ്റവും പാമരനായ ഒരു മാധ്യമപ്രവർത്തകനാണ്. അതാണ് അതിൻ്റെ ഒരു നിയോഗം. വായിച്ച് മനസ്സിലാക്കാൻ സമയം കിട്ടാത്തത് കൊണ്ടോ, ക്ഷമയില്ലാത്തത് കൊണ്ടോ, ആവശ്യമില്ല എന്നുള്ള ധാരണ കൊണ്ടോ, പ്രത്യക്ഷ കർമ്മ പദ്ധതിക്ക് അത് പ്രയോജനപ്പെടുമോ എന്ന് തീർച്ചയില്ലാത്തത് കൊണ്ടോ, അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അടിസ്ഥാന തലത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ബഹളമയമായ മാധ്യമ പ്രവർത്തനത്തിൻ്റെ മണ്ഡലത്തിൽ കഴിഞ്ഞ 4 ദശാബ്ദത്തോളം വ്യർത്ഥമായി കഴിഞ്ഞ ഒരു മനുഷ്യനോട് ഏറ്റുവാങ്ങി വായിക്കൂ എന്ന് പറയുക. അപ്പോൾ ഇതാണ് നിമിത്തം എന്ന് ഞാൻ പറയും. ദേവഭൂമിയിലൂടെ എന്നുള്ള ഈ പുസ്തകനാമം ഹിമാചൽ പ്രദേശ് എന്ന അധ്യായത്തിന്റെ ആരംഭത്തിൽ ഗ്രന്ഥകാരൻ വളരെ ലളിതമായി അനാവരണം ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ട് ദേവഭൂമി? മഹാഭാരത യുദ്ധം നടക്കുകയാണ്. പുകഴ്പ്പെട്ട യോദ്ധാക്കൾ 2 ഭാഗത്തും യുദ്ധതന്ത്രത്തിന്റെ നൈതിക പ്രസക്തിയെ കുറിച്ച് വ്യാഖ്യാനിച്ച് അർജുനനെ ജാഗ്രതാക്കുന്ന ശ്രീകൃഷ്ണ സാന്നിധ്യം. എന്നാൽ ഇതൊന്ന് കണ്ടുകളയാം എന്ന് പറഞ്ഞ് ദേവന്മാർ അവിടെ അന്ന് സ്വർഗസ്ഥമായ സ്ഥലത്തു നിന്നും ആകാശത്തിന്റെ അചുംബിതമായ സീമകളിൽ നിന്നോ ഹിമാലയ സാനുകളിലേക്ക് ഇറങ്ങി വരുന്നു, കൈലാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് തങ്ങൾ ഈ രൂപത്തിൽ അങ്ങോട്ട് പോയാൽ തങ്ങളെ ഋഷിവര്യരും ജ്ഞാനികളും തിരിച്ചറിയുമോ എന്നുള്ള ശങ്കയുള്ളത് കൊണ്ട് യുദ്ധം ആസ്വദിക്കാനാണ് എന്നാണ് ശ്രീരാമചന്ദ്രൻ അവിടെ പ്രയോഗിച്ചത്. മനുഷ്യന്മാരുടെ യുദ്ധം ദേവന്മാർ ആസ്വദിക്കുകയായിരുന്നു എന്നുള്ള ഒരു പരോക്ഷ സൂചന കൂടി അദ്ദേഹം അവിടെ നൽകുന്നു. ഏതായാലും ഈ ശരീരങ്ങളിലോടുകൂടി അങ്ങോട്ട് പോയാൽ തിരിച്ചറിഞ്ഞാലോ, ദേവന്മാരല്ലേ വന്ന് കണ്ട് ഇതൊക്കെ ആസ്വദിക്കുകയാണ് എന്ന് മനുഷ്യർ മനസ്സിലാക്കി കഴിഞ്ഞാലോ, അതുകൊണ്ട് തങ്ങളുടെ രൂപങ്ങൾ ഹിമാലയ ഉത്തുംഗ ശൃംഖങ്ങളിലെ പരിപാവനമായ മലയിടുക്കുകൾക്കിടയിൽ ഉപേക്ഷിച്ച് അവിടെ സുരക്ഷിതമാകുമെന്നുള്ള ധാരണയോടുകൂടി കാണൻ മാത്രം, അവരുടെ ആത്മാക്കൾ അല്ലെങ്കിൽ ദേഹികൾ മാത്രം ഈ യുദ്ധ സന്നാഹങ്ങൾ കാണാൻ വേണ്ടി ഇവിടെ വന്നു. യുദ്ധം കഴിഞ്ഞ് അവർ തിരിഞ്ഞു പോകുമ്പോൾ അവരുടെ രൂപങ്ങളില്ല, ദേഹങ്ങളില്ല. അപ്പോൾ ദേഹങ്ങളില്ലാതെ അവർക്ക് തിരിച്ചു പോകാനില്ല. അതുകൊണ്ട് അവർ ആ ഹിമാലയ പ്രവിശ്യകളിൽ, അതിൻ്റെ സാനുകളിൽ, അവിടുത്തെ ഹൈമവല ഭൂമിയിൽ, അവിടുത്തെ ധവള ലളിതമായ ശുദ്ധതയിൽ പിന്നീടുള്ള കാലം തുടരുന്നു എന്നുള്ളത് കൊണ്ട് ഇത് ദേവഭൂമിയാണ് എന്ന് ശ്രീ M.K. രാമചന്ദ്രന്റെ ആ നിദർശനം സാക്ഷ്യപ്പെടുത്തൽ വളരെ മനോഹരവും അതുകൊണ്ട് തന്നെ ശ്രദ്ധേയവും ആയിരിക്കും. ഇനി 2-3 വാചകങ്ങളെ എനിക്ക് പറയാം. ദീർഘമായ ഒരു പ്രഭാഷണത്തിന് സ്ഥലമൊന്നുമല്ല. അത് അദ്ദേഹം ഇന്ന് വൈകുന്നേരം അവിടെ ഭാരതീയ വിചാരകേന്ദ്ര ഹാളിൽ വിവേകാനന്ദ ഹാളിൽ നിർവഹിക്കുന്നു.
മറ്റൊരു കാര്യം, ഇതിൻ്റെ ഈ മുഖചിത്രം തിരഞ്ഞെടുക്കണം. അപ്പോൾ ശ്രീകണ്ഠ് മഹാദേവ് എന്ന് പറയുന്ന ഒരു ഉത്തുംഗ ഗിരിശൃംഗത്തിൽ അവിടെ നിന്നും ഉയർന്നു നിൽക്കുന്ന ശിവലിംഗ സമാനമായ ആ ഒരു പ്രകൃതി പ്രഭാവത്തിൻ്റെ പ്രാംഭവത്തിൻ്റെ ചിത്രം തന്നെയാണ് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 21 അടിയോളം ഉയരമുള്ള ഒരു ശിവലിംഗത്തിന്റെ ചിത്രവും അങ്ങ് ഈ ഗ്രന്ഥത്തിൽ ചേർത്തിട്ടുണ്ട്. എൻ്റെ മകൾ ജോലി ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് അരുണാചലിലെ സീറോ എന്ന് പറഞ്ഞ പ്രദേശത്ത് ഈയിടെ പോകാനൊരു അവസരം കിട്ടി. അവിടെ ഏതാണ്ട് 21 അടി ഉയരത്തിലുള്ള ശിവലിംഗം. ഏതാണ്ട് വർഷങ്ങൾ, ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ റോഡ് നിർമ്മാണ വേളയിൽ മരങ്ങളെല്ലാം ഇങ്ങനെ കടപുഴക്കി വീഴ്ന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ മരങ്ങൾ ഒന്നിച്ച് തടഞ്ഞു നിൽക്കുന്നത് എവിടെയാണെന്ന് അന്തം വിട്ട് നിൽക്കുന്ന നാട്ടുകാരുടെ മുന്നിൽ ആ മരങ്ങളെല്ലാം മാറ്റി നിർത്തിയപ്പോൾ തെളിഞ്ഞു വന്ന ഒരു വലിയ ശിവലിംഗം, അങ്ങനെ അരുണാചലിലെ ശിവലിംഗം ഉണ്ടാകുന്നുള്ള കാര്യം മഹാഭാരതത്തിൽ സൂചനയുള്ളതായി അവിടെയുള്ളവർ പറഞ്ഞു കേട്ടു. ഇതിൻ്റെയൊക്കെ സാഫല്യങ്ങൾ വളരെ ചേതോഹരങ്ങളാണ്. ഈ മനോഹരമായ പ്രകൃതി പ്രതിഭാസങ്ങൾ എന്താണ് നാം മനുഷ്യരുടെ ജന്മോദ്ദേശം? എന്റെ വിനീതമായ ഒരു നിഗമനത്തിൽ അല്ലെങ്കിൽ നിരൂപണത്തിൽ അത് തീർച്ചയായും സ്രഷ്ടാവിന്റെ പരിണാമ പ്രക്രിയയുടെ സൗന്ദര്യവും ശാസ്ത്രവും പരിണാമഗതിയിൽ സംഭവിക്കുന്ന പരിവർത്തനങ്ങളുടെ പ്രസക്തികളും അതിൻ്റെ സാധ്യതകളും ഒക്കെ ആരെങ്കിലും പിന്തുടരരുത്, അതൊക്കെ സാക്ഷ്യപ്പെടുത്തരുത്. ഇനി പരിണാമത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള സൂചനകൾ നൽകട്ടെ. അതിനുവേണ്ടിയാണ് നാം മനുഷ്യരുടെ ജന്മം. അല്ലാതെ മറ്റൊരു ഉദ്ദേശവും പ്രത്യേകിച്ച് മനുഷ്യരുടെ ഈ ജന്മമുണ്ട്. നമ്മൾ അത് യഥാർത്ഥത്തിൽ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ ഇവിടെ ശ്രീ MK രാമചന്ദ്രൻ തീർച്ചയായും അത് നിർവഹിക്കുന്നു. അദ്ദേഹത്തിന്റെ യാത്രകൾ, അദ്ദേഹത്തിന്റെ ദേഹമല്ല ഈ യാത്രകൾ നടത്തുന്നത്, അദ്ദേഹത്തിന്റെ ദേഹിയാണ്. ആശാമേനോന്റെ അവതാരിക ഒന്ന് ഒഴിച്ചു നോക്കാൻ മാത്രമേ എനിക്ക് സമയം കിട്ടിയുള്ളൂ. ഇന്നലെ ഈ പുസ്തകം കിട്ടി. പക്ഷേ സത്യം പറഞ്ഞാൽ പുലർച്ചെ 2 മണി വരെ നമ്മുടെ ഈ പറയാലോ വളരെ വിരസമായ ഔദ്യോഗിക ജോലിയുടെ ഭാഗമാണ്. ഇപ്പോഴത്തെ ഈ ദൃശ്യമാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണല്ലോ. നമ്മുടെ ജോലികൾ ഈ വീട്ടിലെത്തിയാലും 12 മണിക്കും 1 മണിക്കും മറ്റ് ചാനലുകൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ കാണാനുണ്ട്. പിന്നെ BBC തുടങ്ങിയ മറ്റ് ചാനലുകളൊക്കെ അവരുടെ പകരാണല്ലോ അമേരിക്കയിലൊക്കെ. അതുകൊണ്ട് വായിച്ചു നോക്കാനുള്ള മനസാന്നിധ്യം ഇല്ലാതെ ഇതുപോലെയുള്ള മഹാഗ്രന്ഥങ്ങൾ വായിക്കാൻ പറ്റുകയില്ല. പക്ഷെ ആശാമേനോൻ എഴുതിയ ആ പ്രൗഢോജ്ജലമായ അവതാരികയിലൂടെ ഒന്ന് കണ്ണോടിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ആ പ്രാണസാന്നിധ്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി അദ്ദേഹം സൂചന നൽകുന്നുണ്ട്. ഡോക്ടർ ശ്രീ MK രാമചന്ദ്രന്റെ പ്രാണപ്രയാണമാണ് ഈ പുസ്തകത്തിന്റെ നിദാനമായി വർദ്ധിച്ച അവബോധത്തിന്റെയും അനുഭൂതിയുടെയും സർഗതം എന്ന് തന്നെ പറയും. അദ്ദേഹത്തിന്റെ ആത്മാവ് സഞ്ചരിക്കുകയാണ്. ദേഹത്തിന് കടന്നെത്താൻ പറ്റാത്ത ഉത്തുംഗ ശൃംഗങ്ങളിൽ ഏത് നിമിഷവും താഴെ നിബദിച്ചാൽ അകാന്ത കൃത്യങ്ങളിലേക്ക് നിബദിച്ച ജീവൻ ഒടുങ്ങുമെന്നുള്ള അവസ്ഥക്ക് സൂചനകളായി മൃതദേഹങ്ങൾ ചുമന്നു വരുന്ന എതിർ ദിശയിലുള്ള മനുഷ്യരുടെ ദീനവിലാപങ്ങൾ പോലും ഉൾക്കൊണ്ടുകൊണ്ട് എങ്കിലും തനിക്ക് ഇത് പ്രാപ്യമാണ് എന്നുള്ള ഭാവത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ പ്രാണനാണ്, ഇദ്ദേഹത്തിന്റെ പ്രാണനാണ് ഈ യാത്രകൾ നടത്തിയത്. പ്രാണസാന്നിധ്യം കൊണ്ട് മാത്രമേ, അല്ലാതെ ദേഹത്തിന്റെ ഒരു ശാസ്ത്രീയ അല്ലെങ്കിൽ ആരോഗ്യശാസ്ത്രപരമായ സിദ്ധി സാധനകളിലൂടെ മാത്രം നമുക്ക് സാധിക്കാവുന്ന ഒന്നല്ല ഇത്. പിന്നെ കൈലാസത്തിന്റെ മറ്റൊരു പുണ്യസങ്കേതത്തിന്റെ അതിന്റെ പേര് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. കാരണം ധ്യാന നിമഗ്നമായ വായനയാണ് ആവശ്യം. അതിനുള്ള സാവകാശം കിട്ടാത്തത് കൊണ്ട്. എങ്കിലും ശ്രീ ആശാമേനോൻ സൂചിപ്പിച്ചിട്ടുണ്ട് അവിടെ ആ മനോഹരമായ പുണ്യാത്മകമായ ഒരു പ്രദക്ഷിണ വഴിയുടെ പകുതി വെച്ച് അന്ന് യാത്ര നിർത്തി പിന്തിരിഞ്ഞു എന്നുള്ളത്. അതിന് സമാനമായി അദ്ദേഹം മറ്റൊരു ഒരു പാശ്ചാത്യൻ നടത്തിയ യാത്രയുടെ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. മുന്നിലിരിക്കുന്ന മഹാലക്ഷ്യങ്ങളിലേക്ക് പോകാൻ പറ്റുകയില്ല. പക്ഷേ അങ്ങനെ ഇനിയും എത്രയോ ലക്ഷ്യങ്ങൾ കിടക്കുന്നു. എല്ലാം പിടിച്ചടക്കണം എന്ന് ഒരു ജന്മത്തിൽ വാശി പിടിക്കാവുന്നതുണ്ട്. പക്ഷേ ആ പർവ്വതാരോഹകന് അനുഭവം ഉണ്ടായിരുന്നു.
അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിലെ വിരുദ്ധ ഭാഗത്ത് കയ്യെത്തി തൊടാൻ സാധിക്കാത്ത അചുംബിത ലക്ഷ്യങ്ങളുടെ ആത്മപ്രകമ്പനങ്ങൾ മാറ്റൊലിക്കുകയായിരുന്നു എന്ന് പറയുന്നു. ആത്മപ്രകമ്പനങ്ങൾ മാറ്റൊലിക്കുക, ഇതുതന്നെയാണ് പ്രപഞ്ചത്തിന്റെ അവസ്ഥ. സൂര്യനിൽ നിന്ന് എത്രയോ കോടി വർഷങ്ങൾക്ക് മുമ്പ് പൊട്ടിത്തെറിച്ച് അന്തരീക്ഷത്തിന്റെ പ്രവിശാലതയിലേക്ക് ചിഹ്നിച്ചു തെറിയാം ദശലക്ഷം കോടിക്കണക്കിനുള്ള ഖണ്ഡങ്ങൾ, സൗര്യഖണ്ഡങ്ങൾ. അവിടെയും ഇവിടെയും ഇടം തേടി അങ്ങനെ തങ്ങി നിന്ന ഒരു തുണ്ട് സ്ഥലമാണ് ആ ഭൂമി. പിന്നെയും യുഗയുഗങ്ങളിലൂടെയുള്ള മഹാപ്രയാണത്തിന്റെയും പരിവർത്തനത്തിന്റെയും ഭാഗമായി ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ വായുവും വെള്ളവും അതിന്റെ സമഞ്ജസമായ മേളനവും ഒക്കെ സാധിച്ചപ്പോൾ ഭൂമി ജീവന്റെ ഒരു ഇരിപ്പിടമാണ്. അവിടെ നിന്നാണ് നമ്മളെല്ലാം ഉണ്ടാകുന്നത്. ആ അർത്ഥത്തിൽ നമ്മളെല്ലാം സൂര്യവംശജരാണ്. ആരും ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിന്റെയോ മതത്തിന്റെയോ ആളുകളൊന്നുമല്ല. ഈ വിചാരങ്ങളും ഈ വിഭാഗീകരണങ്ങളും ഒക്കെ കേവലം നശ്വരമായ വർത്തമാനകാല ജീവിതത്തിന്റെ ക്ഷണിക തലത്തിലെ നിമിഷ വികല സ്കന്ധങ്ങൾ മാത്രമാണ്. സൂര്യവംശജരാണ് നമ്മളെല്ലാം. നമ്മുടെയൊക്കെ ആദിപിതാവ് സൂര്യനാണ്. അങ്ങനെ പ്രകൃതി പല പ്രാതിഭാസികമായ പരിവർത്തനങ്ങളിലൂടെയും മാറി പറഞ്ഞിട്ടുണ്ട്. ഒരു മഹാശില പ്രചണ്ഡമായി ആഞ്ഞു വീശുന്ന മഹാവാതകത്തിന്റെ വാതകവും ഒക്കെ ഇതിൽ പ്രതിപ്രവർത്തനം നടന്നു. ചൂട് പിടിപ്പിക്കാൻ സൂര്യ തേജസ്, അതിനെ കുളിർമയിൽ നീരാടിക്കാൻ ചന്ദ്രപ്രഭം, ഇതിനിടയിൽ കുളിർമയുടെ പരിരംഭണത്തിന് വേണ്ടി ഹിമകണങ്ങൾ. പ്രകൃതി ഇതെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഈ ശിവലിംഗ സമാനമായ രൂപങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എത്ര പ്രഭാസിതമായ സങ്കല്പങ്ങളാണ്. ശാസ്ത്രം പോലും പിന്നീട് സമ്മതിക്കേണ്ട ഘട്ടങ്ങളാണ്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യവും അഭൗമവുമായ ബന്ധത്തിന്റെ പാരസ്പര്യത്തിൽ നിന്ന് തലമുറകൾ ഉണ്ടായി വികസിക്കുന്നു എന്നുള്ളത്. പ്രകൃതിയുടെ രൂപമായി സർവവിധ ഭാവങ്ങളുടെയും വാത്സല്യം, സ്നേഹം, കാരുണ്യം, മാതൃത്വവുമായി ബന്ധപ്പെട്ട സകല ഭാവങ്ങളും സഞ്ചരിക്കുന്ന ഈ സ്ത്രൈണ പ്രകൃതി അല്ലെങ്കിൽ പ്രകൃതിയുടെ സ്ത്രൈണഭാവങ്ങൾ പുരുഷന്റെ അദമ്യമായ പ്രാപ്യാസക്തിയുടെ അല്ലെങ്കിൽ ശേഷിയുടെ അല്ലെങ്കിൽ പ്രജനനശേഷിയുടെ പ്രതീകമായ ശിവലിംഗം നമ്മുടെ ഭാരതീയ ചിന്തകളിൽ യുഗയുഗങ്ങളായി മനുഷ്യർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന എത്രയോ കാര്യങ്ങൾ. ഇങ്ങനെ ഇദ്ദേഹം സഞ്ചരിച്ച ആ പ്രദേശമുണ്ടല്ലോ, അവിടെ യുധിഷ്ഠിര സംവാദം നടന്ന കെച്ചിയോപ്പാറി തടാകം, യുധിഷ്ഠിര സംവാദത്തിന്റെ അതിമനോഹരമായ ഒരു വിവർത്തനം അങ്ങ് സാധിച്ചിരിക്കുന്നു ശ്രീരാമചന്ദ്രൻ. അത് മാത്രം ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഇന്നലെ ഇവിടുത്തെ ദേവസ്വം ബില്ലിൽ വിശ്വാസം ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ പോലും പ്രസക്തമായ യുധിഷ്ഠിര സംവാദം. അങ്ങനെ യാത്രാവിവരണം മാത്രമല്ല, പ്രാണയാത്രയാണ്. ആ പ്രാണയാത്രയിൽ അദ്ദേഹം നിയുക്തമായ ഒരു ധർമ്മം അനുഷ്ഠിക്കുകയാണ്. മഹാഭാരതത്തിന്റെയും രാമായണത്തിന്റെയും കൃഷ്ണരാജകളുടെയും ഒക്കെ കാര്യങ്ങൾ ശ്രീകൃഷ്ണൻ പ്രതിഷ്ഠിച്ച ശിവലിംഗത്തെ കുറിച്ച് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. ശ്രീകൃഷ്ണൻ പ്രതിഷ്ഠിച്ച ശിവലിംഗം എത്ര ഉദാത്തമായ ഒരു അടയാളമാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ഇതിഹാസങ്ങളെ, നമ്മുടെ വേദങ്ങളെ, നമ്മുടെ ഉപനിഷത്തുകളെ, നമ്മുടെ സംസ്കൃതത്തിന്റെ അനശ്വരമായ രക്തധമനികളുടെ മഹാപ്രയാണം നടത്തുന്ന ഗംഗാതരംഗങ്ങളെ ആവാഹിച്ചെടുത്തുകൊണ്ട് ഓരോന്നും ഈ യാത്രയുടെ ഹൃദയസ്പന്ദങ്ങളുമായി അദ്ദേഹം ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അന്ന് ദേവഭൂമിയുടെ ഗാഥാകാലം. നമസ്കാരം. പ്രസിദ്ധീകരിച്ച ഇന്നിവിടെ ഈ വേദിയിൽ അല്പസമയം മുമ്പ് പ്രകാശനം നിർവഹിക്കപ്പെട്ട ശ്രീ എം കെ രാമചന്ദ്രന്റെ ദേവഭൂമിയിലൂടെ എന്ന പുസ്തകം ലെവി ഹാളിലെ കൗണ്ടറിൽ നിന്ന് ലഭിക്കുന്നതാണ്. അടുത്തതായി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി ശ്രീ കെ മാധവൻ സഭയെ ക്ഷണിച്ചുകൊള്ളുന്നു.
ശ്രീ എം കെ രാമചന്ദ്രൻ്റെ മൂന്നാമത്തെ ഗ്രന്ഥമായ ആദി കൈലാസ യാത്ര പ്രകാശനം ചെയ്യുന്ന സമയത്ത് തൃശ്ശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ ഡോക്ടർ സുമാൻ അഴീക്കോട്ടിൻ്റെ സാന്നിധ്യത്തിൽ ഇതുപോലെ ആശംസ അർപ്പിക്കാനുള്ള ഭാഗ്യമുണ്ടായി. 2005 ഉത്തർഖണ്ഡിലൂടെ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതി പുറത്തുവന്ന സമയത്ത് അത് വായിച്ചു കഴിഞ്ഞ ഉടനെ എത്രയും പെട്ടെന്ന് മറ്റ് ചാനലുകൾ ആരെങ്കിലും അത് ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് ദൂരദർശനിലേക്ക് വിളിച്ച് കൊണ്ടുവരണമെന്ന് ക്ഷണിക്കുകയും വളരെ സുദീർഘമായും ആർക്കൈവ് ലിറ്ററിനുകൾ ആലേഖനം ചെയ്യുകയും ചെയ്തു. അതിപ്പോൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതിനുശേഷം അദ്ദേഹമായിട്ടുള്ള ആഗ്രഹം തോന്നി. പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് പല വേദികളിലും സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ കൃതികളെ പരിചയപ്പെടുത്താനുള്ള ഒരു ഭാഗ്യമുണ്ടായി. പ്രത്യേകിച്ചും പകൽ സമയത്ത് ഇത്രയും പേരോട് വന്നു എന്നുള്ളത് തന്നെ ആ കൃതികൾ നമ്മുടെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള ആത്മീയമായ സ്വാധീനം എത്ര ആഴത്തിൽ നിന്നാണെന്ന് എന്നെക്കുറിച്ച് ഒരു നോവൽ വായിക്കുന്ന അതേ രീതിയിൽ ഈ യാത്ര നമുക്ക് വായിക്കാം. കൈലാസത്തിലേക്ക് നടത്തിയ പരിക്രമത്തിൻ്റെ കഥയായാലും ഹിമാലയത്തിൻ്റെ ഉന്നതകളിലും താഴ്വരകളിലും അത്യഗാധമായ മനുഷ്യർ ചെന്നു ചേരാൻ സാധ്യമല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഒരു മനുഷ്യൻ വീട് വിട്ട് ഇറങ്ങുക, യാതൊരു ബാധ്യതയില്ലാതെ അലഞ്ഞിറങ്ങി നടക്കുക എന്ന് ആ അലച്ചിലിൻ്റെ കഥ മുഴുവൻ ഒരു സ്വപ്നത്തിൽ എന്നതുപോലെ, ഒരു മായക്കാഴ്ച എന്നതുപോലെ ഒരല്പം അതിഭാവത്തോടെ ആണ് എന്ന് തോന്നിപ്പിക്കുന്നത് നമ്മളെ കൊണ്ട് വായിപ്പിക്കുക. ഒരു നോവലിൽ എന്ന വലിയ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇദ്ദേഹം ആദ്യമേ പറയുന്ന കാര്യം, ഞാൻ ജന്മനാ എഴുത്തുകാരല്ല. ജന്മന എഴുത്തുകാരനല്ല. അദ്ദേഹം പറഞ്ഞ ഞാൻ എഴുത്തുകാരനേ അല്ല. പക്ഷെ അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തെ ഒരു നോവലിസ്റ്റ്, ഒരു സർഗരചയിതാവിൻ്റെ കൈകൾ, ദൈവത്തിൻ്റെ കയ്യൊപ്പെന്ന് പറയുന്ന പോലെ ഒരു ഇത് കിടപ്പുണ്ട്. കാരണം അദ്ദേഹം പരിചയപ്പെടുത്തുന്ന ഒരു കോവർക്കഴിയുടെ പേര് ബിന്ദു എന്നാണ്. നമ്മളത് ഇപ്പോഴും പറഞ്ഞു. അദ്ദേഹം ബദ്രീനാഥിൽ നിന്ന് വളരെ 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 അകത്തോടുള്ളൊരു വഴിയിലേക്ക് നോർജിൻ എന്ന് പറയുന്നൊരു കൊച്ചുകുട്ടിയുടെ സഹായത്തോടെ കാൽനടയായി ഇങ്ങനെ കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് ഒരു ഗുഹാമുഖത്തിൽ എത്തുകയും അപ്രതീക്ഷിതമായ ഗുഹയിലുണ്ടായിരുന്ന 5 സന്യാസിമാരെ കണ്ടെത്തുകയും അതോടൊപ്പം ഒരു രാത്രി അവിടെ ഒഴിച്ചുകൂട്ടാനുള്ള അവസരം ലഭിക്കുകയും അതിൻ്റെ ഓർമ്മ എത്ര അത്ഭുതകരമായിട്ടാണ് അത് നിർവഹിക്കുന്നത്. അപ്പോൾ ബിന്ദു എന്ന് പറയുന്ന കോവർക്കഴുത, നോർജിൻ എന്ന് പറയുന്ന ഈ ബാലൻ, ഇത് കഴിഞ്ഞ ആദ്യ കൈലാസ യാത്രയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന കുടീഗ്രാമത്തിൽ, മഹാഭാരതത്തിലെ കുന്തിദേവിയുടെ ആസ്ഥാനമായിട്ട് കുടീഗ്രാമത്തിൽ വെച്ച് ഇദ്ദേഹം കണ്ടുമുട്ടുന്ന ഒരു ദിവ്യ സന്യാസിനി കാക്കി എന്നവരുടെ പേര്. ഇങ്ങനെ നാം ഒരിക്കലും മറക്കാണ്ടേറ്റ കുറേ കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങൾ ഹിമാലയത്തിൻ്റെ കഥ നമ്മൾ പറഞ്ഞു. കാളിദാസകാവ്യങ്ങളുടെ അന്തസ്ഥാനം നമ്മുടെ മുമ്പിൽ വിളമ്പി തന്നു. ഈ കാളിദാസകാവ്യങ്ങളിലൂടെയും ഭാരതീയ കാവ്യ പുരാണ ഇതിഹാസങ്ങളിലൂടെയൊക്കെയുള്ള ഇദ്ദേഹത്തിൻ്റെ മാനസിക സഞ്ചാരം ഈ കൃതികൾക്ക് അസാധാരണമായൊരു തരം നൽകുന്നത്. സാധാരണത്തിൽ അസാധാരണം കണ്ടെത്തുന്ന, നമ്മൾ വളരെ അസാധാരണമെന്ന് ഭ്രമിച്ചു വശായ കാര്യങ്ങൾ വളരെ സാധാരണമായ രീതിയിൽ പറയുകയും നമ്മൾ സാധാരണമെന്ന് മാറ്റി നിർത്തിയ കാര്യങ്ങൾ അസാധാരണമായ കാര്യത്തിലേക്ക് ഉയർത്തുകയും ഈ ബദ്രീനാഥിലെ മനാഗ്രാമത്തിൽ നിന്നും യാത്ര പുറപ്പെട്ട് മഹാഭാരതത്തിലൊക്കെ പറയുന്ന സ്വർഗാരോപണിയുടെ കടകളിലൂടെ ചെന്ന് മനുഷ്യന്റെ പാദസ്പർശം ഏറ്റിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കാവുന്ന സഹോബത്ത് എന്ന് പറയുന്ന പ്രധാനത്തിനരികെ ഇദ്ദേഹത്തിൻ്റെ ഭാഗം, ഇതൊക്കെ നമുക്ക് സ്വപ്നത്തിൽ പോലും ഈ കാണാൻ കഴിയാത്ത, അദ്ദേഹം നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നമ്മളതിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നു, അതിൽ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഞാൻ ഒരു ചെറിയ കുറിപ്പ് എഴുതുന്നത് വായിക്കാം.